ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-42 തിരുവചനങ്ങൾ. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ കന്യക മറിയാമിനെ ഓർമ്മിക്കുന്ന മാതാവിൻ്റെ അതിശ്രേഷ്ഠമായ വാങ്ങിപ്പിൻ്റെ ദിവസത്തിലേക്ക് മാതാവിൻ്റെ മധ്യസ്ഥതയിലായിരിക്കുവാൻ, മാതാവിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും കൃപകളും വരങ്ങളും മാതാവിൻ്റെ മകനിൽ നിന്നും ലഭിക്കുവാൻ പ്രാർത്ഥനയോടും ഉപവാസത്തോടും നൊയമ്പാചരണങ്ങളോടും കൂടി ഇരിക്കുവാൻ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള 15 നാളുകൾ. ഈ ദിവസങ്ങളിൽ നമുക്കും അല്പസമയം നമ്മുടെ കേൾവിയെ മാതാവിനായി മാത്രം ഒരുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയ ആയുസ്സിൽ എത്ര തവണ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നെല്ലാം തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ നമ്മുടെ ചുണ്ടുകളിലൂടെ ഉരുവിട്ടിട്ടുണ്ടാകാം അല്ലേ? കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളിൽ ഒരു ദിവസം ശരാശരി 20-25 പ്രാവശ്യമെങ്കിലും ഉച്ചരിക്കപ്പെടുന്ന മാതാവിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന നാം അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്? പരിശുദ്ധ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന ഒരു യാചനയോടെ നമുക്കായി, പാപികളായ നാം ഓരോരുത്തർക്കും വേണ്ടി വിശുദ്ധ തൃത്വ സത്യേക ദൈവത്തിലെ മനുഷ്യാവതാരമെടുത്ത് നമ്മോട് കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനായി പിതാവിൻ്റെ തീരുമാനപ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന പിതാവിൻ്റെ വചനമായ പുത്രൻ തമ്പുരാനോട് പരിശുദ്ധ അമ്മ നാം അറിയാതെ നമുക്കായി ഇപ്പോഴും എപ്പോഴും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന അപേക്ഷ. അതിനായി നാം അമ്മയോട് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ആവശ്യപ്പെടുകയാണ്. നാം ശ്രദ്ധിക്കാതെ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നമുക്കറിയാത്ത നമ്മുടെ മരണസമയത്തും നമുക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ആ പ്രാർത്ഥന. ആ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർക്കുന്ന അടിയങ്ങളോട് കരുണ ചെയ്യുവാൻ മിശിഹ രാജാവിനോട് അപേക്ഷിക്കുന്ന മാതാവിനെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. ആ അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിനായി ഒരുങ്ങുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ മാതാവിൻ്റെ കൂട്ട്, ആ മാതാവിൻ്റെ മധ്യസ്ഥത എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.